പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ധ്യാനിക്കാം. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന മറ്റൊരു അനീതിയാണ് പൊതുമുതൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പൊതുമുതൽ എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ആകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തിൻ്റെതാകാം. അപ്പം ഈ പൊതുമുതൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ? തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാഹനം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇന്ന് സർക്കാർ വാഹനങ്ങൾ പലതും പല ഉദ്യോഗസ്ഥന്മാരുടെയും സ്വന്തം ആവശ്യങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് സമൂഹത്തിൽ കാണുവാൻ സാധിക്കും. പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും ഇങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളൊക്കെ ജനങ്ങളുടെ നികുതി പിരിവിൽ നിന്നും സർക്കാർ വാങ്ങിച്ചു കൂട്ടി ഓരോ മേഖലയ്ക്കും കൊടുക്കുന്നതാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ഇനി സെക്രട്ടേറിയറ്റിലെ ആയിക്കോട്ടെ, മന്ത്രിമാരുടെ ആയിക്കോട്ടെ, അതാത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും വാങ്ങിച്ചു കൂട്ടിയ പണം കൊണ്ട് വാഹനം വാങ്ങിക്കുന്നു. ഈ വാഹനം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട വാഹനം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. ഫോണ്, ധനം മുതലായവ ഇന്ന് പലരും കള്ളക്കണക്ക് എഴുതിയെടുക്കുന്നവരുണ്ട്. ഓടാത്ത വാഹനത്തിന് കിലോമീറ്ററിൻ്റെ അനുസരിച്ച് ഡീസലിൻ്റേതായി, പെട്രോളിൻ്റേതായി ധനം സമ്പാദിക്കുവാൻ വേണ്ടി സർക്കാരിൻ്റെ ധനമാണ്. ചിലർ രോഗം വന്നു കഴിഞ്ഞാൽ രോഗം പോലും വരാതെ കൊണ്ട് രോഗം വന്ന് ആശുപത്രിയിൽ കിടന്നതായിട്ടൊക്കെ ആശുപത്രിക്കാരുമായിട്ടൊക്കെയുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിലൊക്കെ സർക്കാരിൽ നിന്നൊക്കെ പണം, അല്ലെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നൊക്കെ പണം മേടിക്കുന്നവരുണ്ട്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ കാണിക്കുന്ന ഒരു വലിയൊരു അനീതിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു വന്നത് പൊതുമുതൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതിലൊന്നാണ് വാഹനം. വേറെ ചിലരെ സംബന്ധിച്ച് സർക്കാരിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഫോൺ, ഇപ്പോൾ ഏതോ വ്യക്തിക്കും ഒരു നിശ്ചിത തുകയ്ക്ക് ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം വേണേലും വിളിക്കാം, ഒരു കുഴപ്പവുമില്ല. എത്രമാത്രം വേണേലും വിളിക്കാനായിട്ടുള്ള സംവിധാനമുണ്ട്. എങ്കിലും അതുപോലും വിളിക്കാതെ കൊണ്ട് സർക്കാരിൻ്റെ ഫോണൊക്കെ എടുത്ത് ഉപയോഗിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ധനം, പൊതുവായിട്ട് ഉപയോഗിക്കേണ്ട ധനം, പൊതുമുതൽ പൊതുവിലേക്ക് ഉപയോഗിക്കേണ്ട ധനം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇതെല്ലാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിച്ച് സാമ്പത്തിക ഭാരം പ്രസ്ഥാനത്തിന് വരാവുന്ന തരത്തിൽ ദുരുപയോഗം ചെയ്യുക, അത് വലിയ തിന്മയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒന്ന് ചിന്തിച്ച് നോക്കണമേ. സർക്കാരിൻ്റെ പൊതുമുതലായിട്ട് ഉപയോഗിക്കേണ്ടത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അനേകം വലിയ വലിയ അനീതികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് മൂല്യനിർണയത്തിലുള്ള അനീതി.
പൊതുമുതൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കൽ മാത്രമല്ല, അതോടൊപ്പം തന്നെയാണ് മൂല്യനിർണ്ണയത്തിൽ അനീതി അർത്ഥം. അത് ചില പരീക്ഷകളിലൊക്കെ മൂല്യനിർണ്ണയത്തിൽ ജാഗ്രത പുലർത്താതെ സ്വജനപക്ഷപാതം കാണിച്ചുകൊണ്ട് അനീതി ചെയ്യുക. സ്വജനപക്ഷപാതം അതുമൂലം അനേകരുടെ ഭാവി തകരുവാനായിട്ട് ഇന്ന് ഇടയാകുന്നു. മൂല്യനിർണ്ണയത്തിൽ നീതി പ്രവർത്തിക്കാതെ മൂല്യനിർണ്ണയത്തിൽ അനീതി പ്രവർത്തിക്കുക. പരീക്ഷ ആയിക്കോട്ടെ, ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, ഇത് മുഖാന്തരം അർഹതയുള്ളവർക്ക് ലഭിക്കേണ്ടത് ലഭിക്കാതെ മറ്റുള്ളവരുടെ ഭാവി ഞാൻ മുഖാന്തരം തകർത്തിട്ടുണ്ടോ എന്ന് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. അങ്ങനെ തകർക്കപ്പെട്ട വ്യക്തികളുടെ നെടുവീർപ്പുകൾ തമ്പുരാൻ്റെ മുമ്പിലേക്ക് ഉയരും. ആരുമായിക്കോട്ടെ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യുക. പൊതുമുതൽ സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് മൂല്യനിർണ്ണയത്തിൽ അനീതി നടത്തിക്കൊണ്ട് മറ്റുള്ളവരെ തകർത്ത നശിപ്പിച്ച ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പൊതുമുതൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അനേകം വ്യക്തികൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട്. വാഹനവും സമ്പത്തും ടെലഫോണും അത്തരത്തിലുള്ള പല മേഖലകളും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ മൂല്യനിർണ്ണയങ്ങളിൽ അനീതി കാണിക്കുന്ന, പണം വാങ്ങിച്ചുകൊണ്ട് സമ്പത്ത് സ്വീകരിച്ചുകൊണ്ട് അനീതി കാണിക്കുന്ന അനേകം വ്യക്തികൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗം തുറക്കണമേ, അനുഗ്രഹം വർഷിക്കണമേ. അവിടുത്തെ അനന്തമായ കരുണയും കൃപയും ഇത്തരത്തിലുള്ള ഓരോ മക്കളിലേക്കും ചെയ്യണമേ. മാനസാന്തരത്തിൻ്റെ അനുഭവം കൊടുത്തുകൊണ്ട് അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.